ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും പടാ ഫോർസോൺ മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ വീക്ക്ലി റൗണ്ടപ്പിലേക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് കിട്ടിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോയ്ക്ക് താഴെ എല്ലാം കിട്ടിയെന്നുള്ളൊരു കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, കാര്യം നമ്മളെല്ലാം പഠിച്ച കാര്യങ്ങളാണ്, അതെല്ലാം പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളും എന്ത് ചെയ്യുക, കമന്റ് ചെയ്ത് പോകാനും നിങ്ങൾക്ക് ആൻസർ ഓർമ്മയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം സ്വയം ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ അതിന് നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കമ്മ്യൂണിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ എക്സ്പ്ലോർ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിൻഷി മിസ് ഫ്രീ PDF എന്നുള്ള ഒരു ഫോൾഡർ കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. വളരെ സ്പീഡിലാണ് ക്ലാസ് ഇപ്പോൾ, വേഗം കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? ഗുൽമാർഗ് അല്ലെ, ഗുൽമാർഗ് ആണ്. ഗുൽമാർഗ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 2023-24 സന്തോഷ് ട്രോഫി വേദി എവിടെയാണ്? 2023-24 സന്തോഷ് ട്രോഫി വേദി എവിടെയാണ്? മഹാരാഷ്ട്ര അല്ലെ, മഹാരാഷ്ട്ര എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ഡൽഹി അല്ലെ, ഡൽഹിയാണ്. ഇനി ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2024 മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാറുഖ് ഖാൻ ആണ്, ജവാൻ എന്ന മൂവിയിലാണ്. മികച്ച നടി റാണി മുഖർജിയാണ്. മികച്ച നടൻ വിക്കി കൗശൽ ക്രിട്ടിക്സ് വിഭാഗത്തിൽ വിക്കി കൗശൽ ആണ്. മികച്ച നടി ക്രിട്ടിക്സ് വിഭാഗത്തിൽ കരീന കപൂർ ആണ്. മികച്ച ചിത്രം ജവാൻ ആണ്. മികച്ച ചിത്രം ക്രിട്ടിക്സ് വിഭാഗത്തിൽ 12th ഫെയിൽ ആണ്. മികച്ച സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക. മികച്ച സംവിധായകൻ ക്രിട്ടിക്സ് വിഭാഗത്തിൽ അറ്റ്ലി എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പൊ മികച്ച നടൻ, നടി പ്രത്യേകം ഓർത്തിരിക്കുക, ഷാറുഖ് ഖാൻ, റാണി മുഖർജി. ഇനി ചെസ്സിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അശ്വത് കൗശിക് ആണ്. പേര് ഓർമ്മയിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, 2024 ഫെബ്രുവരിയിൽ ഹെയിൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 85. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒന്നാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ്. രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഫിൻലൻഡ് ആണ്. മൂന്നാം സ്ഥാനത്ത് UK ആണ്. അതുപോലെ തന്നെ ഏറ്റവും ദുർബലമായ പാസ്പോർട്ട് അഫ്ഗാനിസ്ഥാന്റേതാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പൊ ഇന്ത്യയുടെ റാങ്ക് 85, ഒന്നാമത് ഫ്രാൻസ് ആണ്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക, രണ്ടാമത് ഫിൻലൻഡ്, മൂന്നാമത് UK, ഏറ്റവും ദുർബലമായ പാസ്പോർട്ട് അഫ്ഗാനിസ്ഥാന്റെ ആണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി അടുത്തിടെ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി അധികാരത്തിലേറിയ വ്യക്തിയാണ് പ്രഭാവോ സുബിയാൻഡോ? ആൻസർ എന്താണ്? ഇന്തോനേഷ്യ. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി അധികാരത്തിലേറിയ വ്യക്തിയാണ് പ്രഭാവോ സുബിയാൻഡോ? ഇന്തോനേഷ്യ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായത് ഏതാണ്? ആൻസർ ഓർമ്മയിൽ വന്നോ? ആൻസർ എന്താണ്? തളിപ്പറമ്പ് അല്ലെ, തളിപ്പറമ്പാണ്. അടുത്തത്, വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏതാണ്? പേടകമാണ് ഒഡീസിയസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഡീറ്റെയിൽ ആയിട്ട് പിന്നെയും പോകുന്നില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത, ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ ടീമാണ് എസ്തോണിയ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ ടീമാണ് എസ്തോണിയ. ലോക ചിന്താദിനം എന്നാണ്? ഫെബ്രുവരി 22. പ്രമേയം കൂടെ ഓർത്തിരിക്കാം, നമ്മുടെ ലോകം അഭിവൃദ്ധി ഉറപ്പാക്കുന്ന ഭാവി. 2024 പ്രമേയം എന്താണ്? നമ്മുടെ ലോകം അഭിവൃദ്ധി ഉറപ്പാക്കുന്ന ഭാവി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ചാറ്റ് GPTക്ക് സമാനമായി ഭാരത് GPT വികസിപ്പിച്ച AI സാങ്കേതിക വിദ്യ സേവനത്തിന്റെ പേരെന്താണ്? ചാറ്റ് GPTക്ക് സമാനമായി ഭാരത് GPT വികസിപ്പിച്ച AI സാങ്കേതിക വിദ്യ സേവനത്തിന്റെ പേരെന്താണ്? ഹനുമാൻ. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ, ഹനുമാൻ എന്നുള്ളത് ഓർത്തിരിക്കുക. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ആന്ത്രയാസ് ബ്രഹ്മെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ആന്ത്രയാസ് ബ്രഹ്മെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്താണ്? കായികം അല്ലെ, കായികമാണ്. മുൻ ജർമ്മൻ ഫുട്ബോൾ താരമായിരുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കുക. 38ാമത് മുലൂർ അവാർഡ് ജേതാവായത് ആരാണ്? ആൻസർ എന്താണ്? കെ രാജഗോപാൽ. 38ാമത് മുലൂർ അവാർഡ് ജേതാവായത് കെ രാജഗോപാൽ ആണ്. പതികാലം എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹനാക്കിയത്. 25,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്ത, ബാഫ്ത പുരസ്കാരം 2024
മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫി. കിലിയൻ മർഫിയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. സിനിമ ഒപ്പൻഹൈമർ. മികച്ച നടൻ കിലിയൻ മർഫി, സിനിമ ഒപ്പൻഹൈമർ. മികച്ച നടി എമ്മ സ്റ്റോൺ. മികച്ച നടി എമ്മ സ്റ്റോൺ പുവർ തിങ്സ് എന്ന സിനിമയ്ക്കാണ്. പുവർ തിങ്സ് എന്ന സിനിമയ്ക്കാണ് മികച്ച നടി എമ്മ സ്റ്റോൺ. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. മികച്ച സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ. സിനിമ ഒപ്പൻഹൈമർ എന്നുള്ളത് ഓർത്തിരിക്കുക. മികച്ച ചിത്രം ഉൾപ്പെടെ ഒപ്പൻഹൈമർ നേടിയത് 7 പുരസ്കാരങ്ങളാണ് എന്നുള്ളതും ഓർത്തിരിക്കുക. മികച്ച നടൻ കിലിയൻ മർഫി, ഒപ്പൻഹൈമർ. മികച്ച നടി എമ്മ സ്റ്റോൺ, പുവർ തിങ്സ്. മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, ഒപ്പൻഹൈമർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ലയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? കാസർഗോഡാണ്. കാസർഗോഡാണ് നമ്മുടെ ആൻസർ. ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ളത് കാസർഗോഡ്. കുറവാണെങ്കിൽ വയനാടാണ്. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അത് കൊടുമൺ. ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അത് കിളിമാനൂർ ആണ്. ആദ്യ പച്ചത്തുരുത്ത് ജില്ല ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത് ഏത് രാജ്യമാണ് 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമപരമാക്കിയത്? ഏത് രാജ്യമാണ് 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമപരമാക്കിയത്? ആൻസർ എന്താണ്? ഗ്രീസ് അല്ലെ? ഗ്രീസ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തിടെ പ്രവർത്തനരഹിതമായ ISROയുടെ സാറ്റലൈറ്റ് ഏതാണ്? അടുത്തിടെ പ്രവർത്തനരഹിതമായ ISROയുടെ സാറ്റലൈറ്റ് ഏതാണ്? കാർട്ടോസാറ്റ് 2 അല്ലെ? കാർട്ടോസാറ്റ് 2 ആണ്. പ്രവർത്തനരഹിതമായ ISROയുടെ സാറ്റലൈറ്റ് ഏതാണ്? കാർട്ടോസാറ്റ് 2 ആണ്. 15നും 29നും ഇടയിൽ പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം. 15നും 29നും ഇടയിൽ പ്രായമുള്ളവരിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ, BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഈ ഒരാഴ്ച നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ എല്ലാം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഓടിപ്പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പലതും എല്ലാം ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്നുകൂടെ നന്നായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ ഫാസ്റ്റ് ആയിരുന്നു ക്ലാസ് എന്നറിയാം. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോയത്. ഓക്കെ, അപ്പൊ എന്തായാലും കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ പറയാൻ, നമ്മുടെ അഡ ന്യൂഫോർസൻ മലയാളത്തിൽ LDC ഉദ്യോഗ 2024 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇവിടെ ലൈവ് ആയിട്ടായിരിക്കും ലഭിക്കുന്നത്. ലൈവ് ക്ലാസ് കാണാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് കാണാവുന്നതാണ്. ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ ഡയറക്ട്ലി ടാഗ് ചെയ്ത് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അതുപോലെ ഈ ബുക്കും ടെസ്റ്റ് സീരീസും ഈ ബാച്ചിനൊപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ കൂപ്പൺ കോഡ് അപ്ലൈ എന്ന് പറഞ്ഞ് കാണാം. അത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തിട്ട് Y670 കോഡ് വളരെ സിമ്പിൾ ആണ് ഓർത്തിരിക്കാൻ. 670 Y670 Y670 എന്ന ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്യണമെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഒരുപാട് ഫ്രീ കണ്ടന്റ് അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് എക്സാംസ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഇംഗ്ലീഷിൽ വേണം മലയാളത്തിൽ വേണം എല്ലാം അതിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ആപ്പ് അതിനുവേണ്ടി ഡൗൺലോഡ് ചെയ്യാനും മറക്കരുത്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും അപ്പം നന്നായിട്ട് പഠിക്കുക. താങ്ക്